ഫെയ്റ്റുവാസ് കെമിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മൂലകങ്ങളുടെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തരാകുന്ന ചിലരുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന രണ്ട് മൂലകങ്ങളെ കുറിച്ചാണ്, അവരുടെ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത ഇലക്ട്രോൺ വിന്യാസം കാണിക്കുന്ന ആ രണ്ട് മൂലകങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ മൂലകമാണ് പീരിയോഡിക് ടേബിളിലെ 24ാമത്തെ മൂലകമായ ക്രോമിയം. രണ്ടാമത്തെയാണ് കോപ്പറാണ്, 29ആണ് അറ്റോമിക് നമ്പർ. നമുക്ക് ആദ്യം ക്രോമിയം എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് കടക്കാം. നമുക്കറിയാം 24ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 10, 12, 18, 20, 24 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോർമലി ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചതനുസരിച്ച് എഴുതുക ഈ രീതിയിലാണ്. എന്നാൽ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. കൃത്യമായ രീതിയിൽ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് ഇങ്ങനെയല്ല, മറിച്ച് 4s1, 3d5 അങ്ങനെയാണ്. എന്താണ് ഇതിലുള്ള വ്യത്യാസം? ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4sലുള്ള 2 ഇലക്ട്രോണുകളിൽ ഒരെണ്ണം 3Dയിലേക്ക് പോയി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഇതിനകത്തുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയം എന്ന മൂലകത്തിന് ഉണ്ടായത്? സ്റ്റെബിലിറ്റി എന്നൊരു ഘടകമാണ് ഇതിന് കാരണമായി വരുന്നത്. എന്താണ് സ്റ്റെബിലിറ്റി? എന്താണ് സ്ഥിരത? ഏതൊരു മൂലകവും സ്റ്റേബിൾ ആയിരിക്കാൻ, സ്ഥിരത ഉണ്ടായിരിക്കാനാണ് ആഗ്രഹിക്കുക. അതായത് ഏതൊരു മൂലകവും സ്വസ്ഥമായിരിക്കാനാണ് ആഗ്രഹിക്കുക. അങ്ങനെ സ്വസ്ഥമായിരിക്കണമെന്നുണ്ടെങ്കിൽ, ആ മൂലകത്തിന് സ്ഥിരത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ. എന്നാൽ എല്ലാ മൂലകങ്ങൾക്കും എപ്പോഴും 8 ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത മൂലകങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ സ്വീകരിച്ചോ 8 ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അത് അങ്ങനെയുള്ള സ്ഥിരതയുടെ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയം എന്ന മൂലകം എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും പ്രശ്നം സ്ഥിരത തന്നെയാണ്. 4s2, 3d4 എന്ന നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രോമിയം എന്ന മൂലകത്തിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും. അതായത് ആ മൂലകത്തിന് സ്വസ്ഥത ഇല്ലാതാവുകയാണ്, സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നില്ല. അതായത് സ്ഥിരത നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാണ് സ്ഥിരത നഷ്ടപ്പെട്ടു പോകുന്നത്? ഏതൊരു സബ്ഷെൽ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ 3d, 4s അങ്ങോട്ടുള്ള സബ്ഷെല്ലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവയൊക്കെ ഊർജം കൂടിയ സബ്ഷെല്ലുകളാണ്. നമുക്കറിയാം സബ്ഷെല്ലുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. അപ്പൊ 3d, 4sലേക്ക് പോകുമ്പോൾ അവയൊക്കെ ഊർജം കൂടി വരുന്ന സബ്ഷെല്ലുകളാണ്. ഇവരുടെയൊക്കെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സബ്ഷെല്ലുകളുടെയൊക്കെ ഊർജം എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്, അവയിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകൾ കൂടി തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. അതായത് ഊർജം കൂടിയ സബ്ഷെല്ലുകളിൽ പൂർണ്ണമായും നിറഞ്ഞതോ അല്ലെങ്കിൽ ഭാഗികമായും നിറഞ്ഞതോ ആയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ മൂലകത്തിന് നല്ല സ്റ്റെബിലിറ്റി കിട്ടും. ആ മൂലകം നല്ല സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരത ഉള്ളതായിരിക്കും. എങ്ങനെയാണ്? ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുൾ ഫിൽഡോ എന്ന് പറയും. അതായത് പൂർണ്ണമായും നിറഞ്ഞതായ, കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഫുൾ ഫിൽഡ്, അതുപോലെ പകുതി നിറഞ്ഞതായ, അതായത് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. ഈ ഹാഫ് ഫിൽഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പകുതി നിറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഡി, നമുക്ക് ഈ ക്രോമിയത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഡി എന്ന് പറയുന്ന സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിനാകെ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് പകുതി നിറഞ്ഞതായ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് അതിന്റെ പകുതിയായ 5 ആയിരിക്കും, അല്ലെ? ഇവിടെ നോക്കി, ക്രോമിയത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഡിയിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ട്. ക്രോമിയത്തിന് സ്റ്റെബിലിറ്റി കിട്ടിയനെ ഡി എന്ന സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നെങ്കിൽ
അപ്പോൾ ആ ഒരു ഇലക്ട്രോണിന്റെ അഭാവം കാരണം ക്രോമിയം എന്ന മൂലകത്തിന് സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ ആ മൂലകം ഇനി അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റീ അറേഞ്ച്മെന്റ് നടക്കുകയാണ്. ഫോറസിലെ 2 ഇലക്ട്രോണുകളിൽ നിന്നും ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നു. അതായത് ഫോറസിൽ നിന്ന് 2 എണ്ണത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് മാറിക്കഴിയുമ്പോൾ 3D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണുകളായി. അതായത് ഇപ്പോൾ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 4s1 3D5 ആയി. അതായത് പകുതി നിറഞ്ഞതായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി. അങ്ങനെയാണെങ്കിൽ ക്രോമിയം എന്ന് പറയുന്ന മൂലകം സ്റ്റേബിൾ ആകും. ഏതൊരു മൂലകമാണെങ്കിലും സ്ഥിരത ഉണ്ടായിരിക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രോമിയത്തിന്റെ കറക്റ്റായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s1 3D5 ആണ്. ഒരിക്കലും 4s2 3D4 അല്ല എന്ന് സാർ. അതുപോലെ തന്നെ കോപ്പർ എന്ന മൂലകത്തിലേക്ക് വരികയാണെങ്കിൽ 29 അറ്റോമിക് നമ്പർ. കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d9. ഓക്കെ, കൗണ്ട് ചെയ്ത് നോക്കാം. 29 ആണ്. 29 ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നു. ഇതും നമ്മൾ നോർമലി എഴുതുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ചാണ് ഫില്ല് ചെയ്ത് വെക്കുക. എന്നാൽ ഇങ്ങനെ എഴുതുന്ന രീതിയും തെറ്റ് തന്നെയാണ്. അതിന് കാരണമുണ്ട്. നേരത്തെ നമ്മൾ ക്രോമിയത്തിൽ പ്രസ്താവിച്ച അതേ ഘടകം തന്നെയാണ് ഇവിടെയും കാരണമായിരിക്കുന്നത്. അതെ, കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ സ്റ്റെബിലിറ്റി തന്നെയാണ് പ്രശ്നം. ഇവിടെയും കാര്യം സ്റ്റെബിലിറ്റി തന്നെ. എങ്ങനെയാണ് കോപ്പറിന് ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡി എന്ന് പറയുന്ന ആ ഒരു സബ്ഷെല്ലിൽ പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായും നിറഞ്ഞതോ ആയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ ആ മൂലകം എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല സ്ഥിരതയുള്ളതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ആഗ്രഹിക്കുക സ്ഥിരത ഉണ്ടായിരിക്കാനാണ്, സമാധാനമായിരിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 3p6 4s2 3d9, അതായത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 9 ഇലക്ട്രോണുകളാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നമുക്കറിയാം ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. എന്നാൽ ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അതായത് ആ ഒരൊറ്റ ഇലക്ട്രോണിന്റെ കുറവ് കാരണം അതിന് കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ്, പൂർണ്ണമായ സ്ഥിരത നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോ ഒരു കാരണവശാലും കോപ്പർ എന്ന മൂലകം അങ്ങനെ ആ ഒരു സ്ഥിരത നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രോമിയത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു റീഅറേഞ്ച്മെന്റ് അവിടെ നടക്കുകയാണ്. അതായത് 4s-ൽ നിന്നും ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് മാറുകയാണ്, 3Dയിലേക്ക് മാറുകയും 4s1 3d10 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോപ്പർ എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരിക്കലും 4s2 3d9 അല്ല, അവസാനിക്കുക 4s1 3d10 എന്നായിരിക്കും. അപ്പോൾ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ SLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ശരിക്കുമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ തന്നിട്ട് ഇത് തെറ്റുണ്ടായിരിക്കുമോ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇതാണോ ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തെഴുതുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇതിന് കാരണം നമുക്കറിയാം, സ്റ്റെബിലിറ്റി തന്നെയാണ് ഇതിന്റെ ഘടകം, സ്ഥിരതയാണ് പ്രശ്നം. ഒരു സബ്ഷെല്ലിൽ പൂർണ്ണമായും നിറഞ്ഞതോ അല്ലെങ്കിൽ പകുതി നിറഞ്ഞതോ ആയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഇലക്ട്രോൺ വിന്യാസം ഉണ്ടാവുകയാണെങ്കിൽ ആ മൂലകത്തിന് സ്ഥിരത ഉണ്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും പീരിയോഡിക് ടേബിളിലെ പ്രധാനപ്പെട്ട 4 ബ്ലോക്കുകളെ കുറിച്ചും പഠിക്കാം.